ബാലേട്ടാ, എന്താ ബാലേട്ടാ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? കഴിഞ്ഞ കൊല്ലം ദിവസം എൻ്റെ മോളെ കല്യാണം നടക്കാൻ അതിപ്പോൾ ഒരു കൊല്ലായില്ലേ, അതിപ്പോൾ നിങ്ങൾ അതിങ്ങനെ ഓർത്തുണ്ടിരിക്കുക? അതൊക്കെ വിട്ടാളേ. കൊല്ലത്തിലായാലും അതൊന്നും ഞങ്ങൾ മനസ്സിൽ പോയില്ലല്ലോ. നോക്കല്ലേ നമ്മള് നോക്കുക. പിന്നെ ബാലേട്ടന് ഭയങ്കര മുടൂപ്പില്ല. അത് തെറ്റി. കഴിഞ്ഞ കൊല്ലം ഈ ദിവസം കഴിഞ്ഞല്ലോ മൂപ്പര മോളെ കല്യാണം നടക്കണ്ടേ. പക്ഷേ തലേന്ന് ഓള് കാമുകൻ്റെക്ക് പോയിക്കാനല്ലോ, അത് മൂപ്പര മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയില്ല. അല്ല, അത് എന്നാലൊരു ഭയങ്കര സംഭവമാണ്. ചെറിയോളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവം മോളായിരുന്നു. ഒരാളുടെ നോക്കുകയൊക്കെ അല്ല, ഒരാളോട് അങ്ങനെ അനാവശ്യമായിട്ട് സംസാരിക്കുകയോ ഒന്നുമില്ലാത്ത ചെറിയോളായിരുന്നു. ചോളിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നവരെങ്ങനെ പോകുന്നു നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. ഓല് ഫോണൊന്നും നോക്കലൊന്നുമില്ല, ഫോണും ചെക്ക് ചെയ്യലൊന്നുമില്ല. ഓക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു. ബാലേട്ടന്റെ ഫോൺ തന്നെ ഓള് ഉപയോഗിക്കല്. എന്നാലും വാട്സപ്പിലൊന്നും ഓള് ഈ ചെറിയനായിട്ട് മെസ്സേജ് അയച്ചു ചാറ്റ് ചെയ്തു ഒന്നും ഓൾക്ക് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ വാട്സപ്പ് മൂപ്പര ഫോണിലല്ല ഉണ്ടാകുക, അതൊന്നും കാണാൻ പറ്റിയില്ലല്ലേ? ഇല്ല, വാട്സപ്പ് പോയി നോക്കിയതാ, അതിനൊന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമാണ്, അതിപ്പോ റീല് കാണുന്നല്ലാണ്ട് വേറെ ഒന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം മൂപ്പര ഫോണിലുണ്ട്. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ നല്ല കാര്യത്തിനും മോശം കാര്യത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആളുകൾ. ഇപ്പം ഇൻസ്റ്റഗ്രാമിലും മെസ്സഞ്ചറിലും ഒക്കെ നമുക്ക് ഈ ചാറ്റ് ചെയ്യുന്നതിനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒന്നിലധികം ഐ ഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ ഓട്ടത്തിൽ ഒരു ഐ ഡി മാത്രമേ ഉണ്ടാവൂ, അതിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ വേറെ ഐ ഡി കൂടിയ നമ്മളെ കുട്ടികൾ വേറെ ആളുകൾ ചാറ്റ് ചെയ്യും, അവരായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് ശരി, അതിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലേ? അതിലങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ പല ആളുകൾക്കും എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് ഓർമ്മയില്ല. പല ആളുകളോടും ഞാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനൊരു ചിന്താഗതിയുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം, ഒരു അപകടം, അതിലൂടെ ഒരുപാട് പെൺകുട്ടികൾ പ്രണയക്കുരുക്കപ്പെട്ടു പോകുന്നത്, ജീവിതം നശിച്ചു പോകുന്നതൊന്നും പല രക്ഷിതാക്കളും ചിന്തിക്കുന്നില്ല, അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല എന്നാണ് സത്യം. എന്നാലേ എൻ്റെ ഫോണും കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കരുന്നില്ല. ഏതായാലും ഒന്ന് ശ്രദ്ധിക്കാണ്ടേ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കും എൻ്റെ മോളത് ചെയ്യൂല, അല്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ മക്കൾ നമ്മളെല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചാൽ അപ്പോഴാണ് നമ്മൾ അടിപതറിപ്പോവുക. എന്നാ ശരി, എന്നാൽ ഞാൻ പോട്ടെ. എന്നാൽ ഓക്കെ.